നിങ്ങൾക്കറിയാമോ മഹേന്ദ്ര സിംഗ് ധോണിയെ എന്തുകൊണ്ടാണ് ആളുകൾ ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിക്കുന്നത്? 2011 ഏപ്രിൽ 2 മുംബൈ വാങ്കഡെ സ്റ്റേഡിയം, ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നടക്കുകയാണ്. ശ്രീലങ്ക ഇന്ത്യയുടെ വിജയലക്ഷ്യം 275 ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങുന്നു. ആദ്യ പന്തിൽ തന്നെ സെവാങ് ഔട്ട്. 18 റൺസാണ് സച്ചിൻ എടുത്തത്. 114-3 എന്നുള്ള ഒരു അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ഒരു സൈഡിൽ ഗംഭീറാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് യുവരാജ് ഇറങ്ങും എന്നുള്ളതാണ്. യുവരാജ് നല്ല ഫോമിലായിരുന്നു. പക്ഷേ തീരെ ഫോമിലല്ലാത്ത നമ്മുടെ സാക്ഷാൽ ധോണിയാണ് അഞ്ചാമനായിട്ട് ഇറങ്ങുന്നത്. ധോണിയുടെ നടപ്പൊക്കെ എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ. ധോണി വളരെ കൂളായി വന്നു, കളി തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു. കാരണം എന്താ വെച്ചാൽ റൺ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളിൽ മാത്രം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ കളി മുന്നോട്ട് പോകുന്നുള്ളൊരു ആശങ്ക ഭയങ്കരമായിട്ട് ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ധോണി ആ ആശങ്കയെല്ലാം തെറ്റിച്ചുകൊണ്ട് സിംഗിൾ എടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് നല്ല പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കി. അവസാനം 4 റൺസ് എടുക്കാൻ സമയത്ത് നുവാൻ കുലശേഖരയെ ഒരു 6 അടിച്ചുകൊണ്ട് ഇന്ത്യക്ക് 28ാമത്തെ വർഷത്തിന് ശേഷം ഒരു വേൾഡ് കപ്പ് സമ്മാനിക്കുകയാണ്. ആ അവസാനത്തെ ഷോട്ടിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. അത് ധോണി നമ്മളോട് പറയാതെ പറയുന്നത് മൈൻഡ്ഫുൾനെസ് അണ്ടർ പ്രഷർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു മിസ്റ്റർ കൂൾ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്.